ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാധൂസ് ഫുഡ് കോർട്ട് ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഗാർലിക് ബ്രെഡ് എക്സോട്ടിക്ക റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പിസ്സ ഹട്ടിലൊക്കെ പോയി കഴിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും ഗാർലിക് ബ്രെഡ് എക്സോട്ടിക്കയുടെ ടേസ്റ്റ് എന്താണെന്ന്. സോ അതിപ്പോൾ നമുക്ക് പുറത്ത് പോയൊക്കെ കഴിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സോ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒണിയൻസ് വേണം, ഗാർലിക് വേണം, ഗ്രീൻ ചില്ലി, ബ്ലാക്ക് ഒലീവ്സ് വേണം, പിന്നെ ബട്ടർ. സോ ഇത്രയും തിങ്സ് ആണ് മെയിൻ. പിന്നെ നമ്മുടെ മോസറല്ല ചീസ്, പിന്നെ ഒറിഗാനോ സീസണിങ് ഓർ മിക്സഡ് ഹെർബ്സ്. ഇത്രയും സാധനമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ബ്രെഡ് സ്ലൈസ് വേണം, സോൾട്ട് വേണം, സോൾട്ട് ടു ടേസ്റ്റ്. ഇപ്പോൾ അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ സോൾട്ട് ടു ടേസ്റ്റ് വേണം, സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ അത് ഒഴിവാക്കാം. സോ നമുക്ക് ബ്രെഡ് വെച്ചിട്ട് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് നോക്കാം. സോ നമ്മുടെ ഗാർലിക് ബ്രെഡ് എക്സോട്ടിക്ക എന്ന് പറഞ്ഞാൽ അത് റൗണ്ട് ഷേപ്പിലായിരിക്കും. സോ നമുക്ക് ബ്രെഡ് വന്നിട്ട് ഒരു കട്ടർ വെച്ചിട്ട് നമുക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡാണ് കുറച്ച് തിക്നെസ്സിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാനൊരു ഗ്ലാസ് വെച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത്, എനിക്ക് കട്ടർ ഇല്ലാത്തതുകൊണ്ട്. നിങ്ങളുടെ കയ്യിൽ റൗണ്ട് കട്ടർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ഫസ്റ്റ് നമുക്ക് റൗണ്ട് ആക്കി എടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഒരു പാൻ എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു തട്ക പാനോ ഒരു ചീനച്ചട്ടിയോ എടുത്തിട്ട് നമുക്ക് അതിലോട്ട് നമ്മളുടെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ആകുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് എടുക്കാം. ഞാനിവിടെ ബിഗ് ഗാർലിക് പോട്ട്സാണ് എടുത്തിരിക്കുന്നത്. അത് 1-2 എടുത്തിട്ടുള്ളൂ. ചെറിയ ഗാർലിക്കിൻ്റെ അല്ലിയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം. ഇപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് ഒരു 2 മിനിറ്റ്സ് ഒന്ന് ഒരു മണം, ഗാർലിക്കിൻ്റെ മണം വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. ബട്ടറിൻ്റെയും ഗാർലിക്കിൻ്റെയും സ്മെല്ല് നമുക്ക് നന്നായിട്ട് വരും ഈ സമയമാകുമ്പോഴത്തേക്കും. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകും ഓഫ് ചെയ്യാമെന്ന്. ഗാർലിക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ആകണം അതിൽ, എന്നാലേ നമ്മൾ ആ ബട്ടർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഗാർലിക് ബ്രെഡിന് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ 2 ടൈപ്സിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയാം. റൗണ്ടായിട്ട് കട്ട് ചെയ്യാതെ ബ്രെഡ് സ്ലൈസ് വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം. ഒന്ന് ഞാൻ പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കി കാണിക്കാം, വേറൊന്ന് ഓവനിൽ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. ഞാൻ 2 ഓപ്ഷനും കാണിച്ചു തരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ബിക്കോസ് ഐ ആം യൂസിങ് ഹിയർ അൺസോൾട്ടഡ് ബട്ടർ. ഇപ്പം നമ്മുടെ ഗാർലിക്കും ബട്ടറും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് നമ്മുടെ ബ്രെഡിൻ്റെ 2 സൈഡിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കൊരു സിലിക്കോൺ ബ്രഷ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് 2 വശവും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സോ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസ് ഇനിയും വന്നുകൊണ്ടേയിരിക്കും. ആൻഡ് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പഴയ സബ്സ്ക്രൈബേഴ്സ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടും ഇനിയും ആവശ്യമുണ്ട്. സോ നമ്മൾ ഗാർലിക് ബ്രെഡ് ഇപ്പോൾ നമ്മുടെ പാനിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നമ്മുടെ ബ്രെഡ് സ്ലൈസ് എടുത്ത് വയ്ക്കും, റൗണ്ടായിട്ട് ബട്ടറൊക്കെ തേച്ച് വെച്ചത്. അതിൻ്റെ മുകളിൽ നമുക്ക് ഫസ്റ്റ് ഓണിയൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓണിയൻ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാം. ഇനി അതിൻ്റെ മുകളിൽ നമ്മളുടെ ബ്ലാക്ക് ഒലീവ്സ് ആഡ് ചെയ്യാം. ബ്ലാക്ക് ഒലീവ്സ് ഒക്കെ നല്ല ടേസ്റ്റാണ് ബ്രെഡിന്.
സിമ്മിലിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ബോട്ടം സൈഡ് കുറച്ചുകൂടി പെട്ടെന്ന് വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി മോസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചീസ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം. ചീസാണ് ഇതിൻ്റെ മെയിൻ തിങ്. പിന്നെ ചീസ് നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ബ്രെഡിൻ്റെ താഴെ വീണാൽ നമ്മളുടെ പാനിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സോ കറക്റ്റായിട്ട് ഇടാൻ നോക്കണം, അല്ലെങ്കിൽ പിന്നെ ബ്രെഡ് എടുക്കുമ്പോഴത്തേക്കും അത് മാറ്റിയിട്ട് എടുത്താൽ മതി. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ഒറിഗാനോ സീസണിങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ചീസ് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് കാണാൻ പറ്റും ചീസ് മെൽറ്റ് ആകുമ്പോഴേക്കും. സോ അത്രയേ ഉള്ളൂ, നമ്മുടെ ഗാർലിക് ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നതെന്ന്. ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി ഈവനായിട്ട് വന്നിട്ടുണ്ട്, സ്പ്രെഡ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതേപോലെ സെയിം പ്രൊസീജിയറാണ് നമ്മൾ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യണം 10 മിനിറ്റ്സ്. എന്നിട്ട് ഒരു 4 മിനിറ്റ്സ് ഓർ 5 മിനിറ്റ്സ് ഇനഫ്. അപ്പോഴേക്കും നമ്മുടെ ചീസ് മെൽറ്റായി കിട്ടും. കീപ്പാനായി അത് മെൽറ്റ് ആവുന്നത് നോക്കിക്കോളൂ. ഓവൻ ഡിഫറൻസ് കാണും, അതുകൊണ്ട് അത് നോക്കിക്കോണം. So enjoy this snack, easy snack. Thank you for watching Radhu's Food Court. See you in the next recipe. Bye bye.